ഇതൊരു സോഡാ കുപ്പി തള്ളച്ചി ഇരുന്നു കൊണ്ട് കൊണ 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 പറയുന്നുണ്ട്. തള്ളച്ചിക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ തള്ളച്ചി പറയണ മുഴുവനൊന്നും ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. കുറെ വായ്ത്താളം അടിക്കുന്നുണ്ട്. അപ്പം വായ്ത്താളം അടിക്കുന്ന തള്ളയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. തള്ള പറഞ്ഞതും തള്ള ആഹ്വാനം കൊടുക്കുന്നതും ബജരംഗ് തള്ളിനോടും RSSകാരോടും സംഘികളോടുമാണ്. RSS സംഘി വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അവരോട് പറയുന്നതാണ്, എന്നെ ആരോ കണ്ണു കുത്തി പൊട്ടിക്കും ഗൈസ്, എന്നെ സഹായിക്കണമെന്ന്. ഉടനെ അവിടെ താഴെ കമന്റിലൂടെ നീളം വന്ന് പറയണം, ആരത് പറഞ്ഞോ അവരുടെ ജീവൻ എടുക്കും, നമ്മൾ വാളെടുത്ത് കൊണ്ടൊന്ന് വെട്ടുമെന്നാ പറയണം. അപ്പൊ ഉടനെ ഞാൻ കൊല്ലപ്പെടും, എന്നെ കൊല്ലാൻ ആഹ്വാനം കൊടുക്കുകയാണ് സോഡാ കുപ്പി തള്ളച്ചി. തള്ളച്ചി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചുരുക്കി പറയാം, വളരെ ചുരുക്കി. അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി എഴുതി വെച്ച കൃതികൾ പൂർണ്ണമായി വായിച്ചൊരു വ്യക്തിയാണ് ഞാൻ, സമ്പൂർണ്ണ കൃതികൾ. അപ്പോൾ അത്രയും അതുപോലെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ അതിനെ വളച്ചൊടിക്കുന്ന ഈ സ്ത്രീയുടെ വളച്ചൊടിപ്പാണ് ഞാൻ പ്രതിപാദിച്ചത്. കണ്ണ് കാണാൻ വയ്യാത്ത നീ ഇത് വായിക്കണ്ട, നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് അറിഞ്ഞൂടാ, നീ കുത്തിപ്പൊട്ടിച്ച ഉടനെ നീ മൂക്കി കയറ്റി നീ ഒരു പിണ്ണാക്കും ചെയ്യൂലടി, തോന്നിവാസം പറഞ്ഞ നിനക്കെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്യും. കാരണം ഈ കൃതികളിലൊക്കെ തന്നെ വളച്ചൊടിക്കപ്പെടുകയും മോശമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ നിയമമന്ത്രി നീ അപമാനിക്കുകയാണെന്നാണ് എൻ്റെ ഭാഗം. അതിനെതിരെ ഇവിടെ നിയമം ഉണ്ട്. ഞാൻ നിയമം വരിയായിട്ട് നിന്നെ ഞാൻ തടയും, നിർത്തലാക്കും. നീയും നിന്റെ കൂട്ടരും ചെയ്യുന്നത് നിത്യേന മോശപ്പെട്ട രീതിയിൽ പല കാര്യങ്ങളും വളച്ചൊടിക്കലാണ് ചെയ്യുന്നത്. പിന്നെ ഇവള് പറയുന്നുണ്ട് ഇവള് കൃതി അനുസരിച്ചിട്ടൊന്നുമില്ല ജീവിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ. ചില വിഭാഗങ്ങളിൽ നിന്ന് സംഘടിതമായ ചീത്തവിളിയും ഭീഷണിയും ഒക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീഷണി. പിന്നെ പഴയൊരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെ പോളണ്ടിനെ കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്ന് പറയുന്നില്ലേ, അതുപോലെ അംബേദ്കറെ കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്തൊക്കെയോ ചെയ്തു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന്, അംബേദ്കർ മനുസ്മൃതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനുസ്മൃതി വെച്ച് അദ്ദേഹം രാമനെയും കൃഷ്ണനെയും ഒക്കെ പറഞ്ഞതൊക്കെ വെച്ച് എന്നെ അങ്ങ് അടിച്ച് പരത്തി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനുസ്മൃതി കൊണ്ടു തന്നെ ഞാനും കൂടെ വായിക്കാം. കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അതൊരു എസൻഷ്യൽ കിതാബേ അല്ല, ഞങ്ങളത് ആരും കണ്ടിട്ടുമില്ല. ഞങ്ങൾ ഏതെങ്കിലും നൂറ്റാണ്ടിലുള്ള ആ കിതാബുകളും കെട്ടിപ്പിടിച്ചല്ല കിടന്നുറങ്ങുന്നത്. അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും, അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുകളയും. അത് ഈ പറഞ്ഞ കൃഷ്ണനും അത് തന്നെയാണ് പറയുന്നത്. അർജുന, ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ കൃതികളും ഇതൊന്നും അനുസരിച്ചല്ല ജീവിക്കുന്നത്. നീ ഏത് ഹിന്ദു അടി? പിന്നെ കൃതികളും സ്മൃതികളും ഇല്ലാത്ത ഹിന്ദു, നീ ഏത് ഹിന്ദു അടി? നീ ഒരു കോമഡിയാണ് അടി പറയുന്നത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം പോട്ടെ. നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ലിംഗം തപ്പി കിടക്കണം. അതെന്ത്? നിങ്ങൾ സ്വയം അങ്ങ് തപ്പിയാൽ പോരെ? കൃതികളിലുള്ളതല്ലേ ലിംഗം. ഈ പാർവതിയെ പരിണയിക്കാൻ പോയി, അല്ല പാർവതിയുമായിട്ട് ലിംഗ വേണ്ട, അത്രയൊന്നും പോകുന്നില്ല. ആ സാധനത്തിന് പോയപ്പോൾ സഹിക്കാൻ വയ്യാതെ ഒന്ന് മഹർഷിമാരെ ബലാത്സംഗം ചെയ്ത ശിവന്റെ കൺസെപ്റ്റ് അല്ലേ നിങ്ങൾ ഈ ലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കാണുന്നിടത്തൊക്കെ ലിംഗം തെറിച്ചുപോയ ലിംഗങ്ങൾ തപ്പി നടക്കുന്ന നിങ്ങൾക്ക് ഒരു കൃതിയും വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെ അല്ല. ഇതിനകത്ത് നന്മ എന്ന് പറയുമ്പം ലിംഗം തപ്പലാണോ നന്മ? മറ്റൊരുവന്റെ പറമ്പ് കയ്യേറുന്നതാണോ നന്മ? ഓ, ആ നന്മ അത് ഏത് പുസ്തകത്തിലാണെന്നൊന്ന് പറഞ്ഞുതരാമോ? അംബേദ്കർ കൃതികൾ കറക്റ്റായിട്ട് നീ വിശകലനം ചെയ്ത് പറയുന്നതിന് കുഴപ്പമില്ല. കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ഇവർക്കൊരു പുസ്തകശാലയുണ്ട്, അവിടുന്ന് ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മോശപ്പെട്ട രീതിയിൽ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ സ്ട്രോങ് ആയി അത്യാവശ്യം ഇതെന്താണെന്ന് അന്വേഷണ ബുദ്ധിയോടുകൂടി ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ് ഈ ഫോട്ടോഷോപ്പിൽ കൂടിയുള്ള ആറാംപറപ്പങ്ങ് തീർന്നത്. അപ്പൊ അതുപോലെ ഒരു സംഗതിയാണ് ഇപ്പോൾ പുസ്തകങ്ങൾ വളച്ചൊടിക്കുന്നത്. കുമാരനാശാന്റെ ദുരവസ്ഥയും ഇവർ വളച്ചൊടിച്ചിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു തന്നിരുന്നു. കാരണം സ്മൃതികളെ പറ്റിയാണ് അത് കൃത്യമായി ആദ്യം ദുരവസ്ഥയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്, കുമാരനാശാൻ. അതിനെ ആ 4-ാം വരി 5-ാം വരിയിൽ ക്രൂര മുഹമ്മദ് ചിന്തിയ ചോര ചിന്തിയ നാട് ഏറനാടെന്നുള്ളത് മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ളതിനെ ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഞാൻ കൃത്യമായി വന്ന് പറഞ്ഞത്. സ്മൃതികളെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്പൂരാർ വാഴുന്ന നാട്ടിൽ സ്മൃതികളാൽ കോട്ട കെട്ടിയിട്ടുണ്ടെന്നും ആ കോട്ട പൊളിക്കേണ്ട ആവശ്യമുണ്ടെന്നും അതിൽ നിന്ന് സാവിത്രി അന്തർജനത്തിന്റെ പൊലയന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടെന്നും പൊലയന്റെ വീട്ടിൽ അവൾ സുരക്ഷിതയായിരുന്നു എന്നുമാണ് കുമാരനാശാന്റെ ദുരവസ്ഥ പറയുന്നത്. ആ ദുരവസ്ഥ കൃത്യമായി മനസ്സിലാക്കി വായിച്ചാൽ മുഹമ്മദീയർ കൊന്നത് ഹിന്ദുക്കളെയല്ലെന്നും നമ്പൂരാശാന്മാരെ ആണ് എന്നും അവർക്കത് അർഹതയുണ്ടെന്നുമാണ് പുള്ളി മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും മുസ്ലിങ്ങളുടെ തലയിലോട്ട് പാഞ്ഞു കയറുന്നതിൽ ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾ ഇനി ഇവരുടെ ആരുടെയും കാര്യത്തിന് പോകാതെ സ്വന്തം കാര്യം നോക്കുന്നതാണ് നല്ലതെന്നാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അംബേദ്കറുടെ വിഷയത്തിലേക്ക് വരാം. അംബേദ്കറും മുഹമ്മദ് അലി ജിന്നയും നെഹ്റു ഒക്കെ വിദേശത്ത് പോയി പഠിച്ച വ്യക്തികളാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ഫെലോസ് ആണ്. ഇവരൊക്കെ നാസ്തികരായിരുന്നു, ഒരാൾക്കും തീവ്രമായ മതവിശ്വാസം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് അലി ജിന്ന പ്രത്യേകിച്ചും ഈ പറയുന്ന അംബേദ്കറുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന മനുഷ്യനാണ്. ഇവളിരുന്ന് വായ്ത്താളം അടിക്കുന്ന ഏതോ വൾഗർ ബുക്കാണ്, അല്ലാതെ അംബേദ്കർ കൃതികളിൽ ഒന്നും തന്നെ ഇതുപോലെ ഒരു സംഗതിയും ഇല്ല. ഇവൾ വായിച്ചാൽ ഞാൻ ഇവിടെ ഒരുപാട് പ്ലേ ചെയ്യുന്നില്ല, കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഫറൻസിന് വേണ്ടി വെക്കുന്നു എന്നതിനപ്പുറം ഈ തള്ള പറയുന്നതൊക്കെ തന്നെ അട്ടർ നോൺസെൻസും നുണകളുമാണ്. ഈ നുണ പ്രചരണം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് വായ്ത്താളം അടിക്കുന്നു എന്നതിനപ്പുറം അംബേദ്കർ
അംബേദ്കർ കൃതികൾ വായിച്ച ഒരു മനുഷ്യർക്കും ഇതുപോലെ പറയാനൊക്കത്തില്ല. ഇനി ഒരു കാര്യം, അംബേദ്കർ വിഷയം നീ എടുത്താൽ നിന്നെ ഞാൻ തേച്ചൊട്ടിക്കുമെന്ന് പറഞ്ഞതിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നീയൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന നിന്റെയൊക്കെ ദൈവത്തിനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സീതയ്ക്ക് പോലും വേണ്ടാത്ത രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്ന് ചോദിക്കുന്നുണ്ട് അംബേദ്കർ. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കും. ഒരു ദൈവത്തിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. ലിംഗവും കൊണ്ട് നടക്കുന്ന ഏത് ദൈവങ്ങളെയോ കൃഷ്ണന്റെ ചാതുർവർണ്ണയത്തിനെയും പറയുന്നുണ്ട്. അദ്ദേഹം അർജുനനോട് പറഞ്ഞു അത്രേ, ഇവള് പറയുന്നത് അർജുനനോട് പറഞ്ഞു ആവശ്യമുള്ളത് എടുക്കൂ, ബാക്കികളെ. പിന്നെ സ്വന്തം സഹോദരങ്ങളെ, അതേല് അച്ഛന്റെ ചേട്ടന്റെ മക്കളെ കൊല്ലാനും വെട്ടാനും ഉപദേശം കൊടുക്കുന്ന ഒരു ദൈവം, സൈക്കോ ദൈവം. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അംബേദ്കർ പറഞ്ഞതാണ്. ചാതുർവർണ്ണയ മമ സൃഷ്ടി എന്ന് പറഞ്ഞതും ആരാണ്? സൈക്കോ ദൈവം. ആരാ ഇത് പറയണേ? അംബേദ്കർ പറഞ്ഞതാണ്. ഇത് ഞാൻ പറയേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്, നിന്നത്തെ ചൊട്ടിക്കുമെന്നല്ല. ഒരു വിഭാഗം മനുഷ്യർ അത് വിശ്വസിക്കുന്നുണ്ട്, അവരുടെ ദൈവമാണത്. അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അംബേദ്കർ കൃതികൾ എടുത്തു വെച്ച് പറയാൻ തുടങ്ങിയാൽ അവഹേളനം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അദ്ദേഹം അത്രത്തോളം വെറുത്തിരുന്നു. നിർഭാഗ്യവശാൽ ഞാനൊരു ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഞാനൊരു ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപാണ് അദ്ദേഹം മതം ഉപേക്ഷിക്കുന്നതും. ശവസംസ്കാരം പോലും ശ്രീലങ്കയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ചെയ്തിട്ടുമുള്ളത്. അപ്പോൾ പിന്നെ നീ പറയുന്നതിൽ പോയിന്റ് ഉണ്ടോടി? പറയുമ്പോൾ പറയണ മനസ്സിലാക്കുക. സോഡ കുപ്പി കണ്ണാടിയും വെച്ചുകൊണ്ടിരുന്ന് ഷെഫീനായെ കൊല്ലാൻ ആഹ്വാനം ചെയ്യാൻ നിനക്ക് നാണമില്ലേ സ്ത്രീയെ? പൊട്ടക്കണ്ണിയാണ് നീ എന്നുള്ളതിന്റെ തെളിവാണിത്. നീ എന്ത് വായിക്കുന്നത്, നിനക്കെന്ത് മനസ്സിലാകുന്ന? അംബേദ്കറുടെ വിഷയം എടുത്താൽ ആ വിഷയത്തിൽ ഞാൻ വീണ്ടും പുസ്തകം എടുക്കും, ഞാൻ പറയും, അത് നിങ്ങൾക്ക് നാണക്കേടുണ്ടാവും എന്നാ ഞാൻ പറഞ്ഞത്. അത് കേൾക്കാൻ എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ആൾക്കാരും ഉണ്ട്, വ്യൂവേഴ്സും ഉണ്ട്. അപ്പൊ അത് ചെയ്യിക്കരുത്, എനിക്ക് താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. രാമൻ ആരായിരുന്നു? ഞാൻ കുറച്ച് പറയട്ടെ. ചമ്പൂകൻ ആരായിരുന്നു? ചമ്പൂകവധം നടത്തിയ രാമൻ ആരായിരുന്നു? ജാതി വ്യത്യാസങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സമുദായമാണ് ഞങ്ങളുടേത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ പലരും താല്പര്യം പറയുന്നത്. നീ പോകെ പോകെ ഇവൾ പറയുന്ന അടുത്ത കാര്യം വേണോ? പ്ലേ ചെയ്യണോ? കുറച്ച് പ്ലേ ചെയ്യാം. അത് ഈ പറഞ്ഞ കൃഷ്ണനും അത് തന്നെയാണ് പറയുന്നത്. അർജുന, ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു, നിന്റെ തീരുമാനത്തിന് അനുസരിച്ച് നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുവിന്റെ കിതാബുകളും ഇതുമൊക്കെ ഒരു പരിധിവരെയുള്ളൂ. അവനവന്റെ കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഹിന്ദു ജനത ജീവിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിച്ചു കൊടുക്കും. നിങ്ങളുടെ കർമ്മം എന്താ? ജാതിയിൽ താഴ്ന്നവരെ എടുത്ത് ഉപദ്രവിക്കുക എന്നുള്ളതാണ് നിന്റെ കർമ്മം. അംബേദ്കർ പറഞ്ഞ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റി കളയുള്ള ഭീഷണിയൊക്കെ തീർച്ചയായും പോക്കറ്റിൽ വെച്ചാണ്. അംബേദ്കർ ഏറ്റവും എതിർത്തിട്ടുള്ളതും ഭയപ്പെട്ടിട്ടുള്ളതും ദളിത് മുസ്ലിം ഐക്യതയാണ്. അദ്ദേഹം എതിർത്തിട്ടുള്ളതും ഭയപ്പെട്ടിട്ടുള്ളതും എന്നത് നിന്റെ നരേഷനാണ്. അദ്ദേഹം അന്തം വിട്ട് കണ്ട ഒരു കാര്യം അതാണ്. അവർ ഏറ്റവും സേഫായ ഒരു സ്ഥലത്തേക്ക് കയറുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഇവള് വേറെ നരേഷൻ പറയുന്നുണ്ട്, കേൾക്കാം. അത് ഇപ്പോൾ അംബേദ്കറെ പൊക്കിപ്പിടിച്ച് നടത്തുന്നവര് ആലോചിച്ചു കൊടുക്കുക. അദ്ദേഹം പാകിസ്ഥാനിൽ അകപ്പെട്ടിട്ടുള്ള ഈ ദളിതുകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 1947 നവംബർ 28 അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേർണലിൽ എഴുതി, പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴിയും ഉപയോഗിച്ചും ഇന്ത്യയിൽ എത്തണം എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഹിന്ദു വിദ്വേഷമുണ്ട്, ഹിന്ദുവിലുള്ള ഈ ഐക്യം ജാതി എന്നുള്ള വിദ്വേഷമുണ്ട്. മുസ്ലിങ്ങളോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ മുസ്ലിം ദളിത് ഐക്യം എന്നുള്ളത് ഏറ്റവും വലിയൊരു ചതിയാണ്. അത് അദ്ദേഹം എഴുതി വെച്ചതിന്റെ കാരണം എന്താ? അതായത് നിയമമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ അടുത്ത്, അതായത് ഇത്രയും നല്ല ഒരു പ്രൊഫഷൻ ഉള്ള മറ്റൊരാൾ, ആ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ വേറെ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ആ മനുഷ്യൻ കൃത്യമായി കാര്യങ്ങൾ എഴുതി വെച്ചു. ദളിതർക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഇവിടെ എഴുതി വെച്ചു. സ്ത്രീകൾക്കും ദളിത് വംശജർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു വെച്ചത് നിസ്സാരമായിരുന്നില്ല. അസാധ്യമായ ഭരണഘടനയിൽ അസാധ്യമായ നിയമങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഇത് ഭയപ്പെട്ടാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല നീ പറയുന്നതാണുള്ള നരേഷൻ അല്ല അതിനകത്ത്. മുസ്ലിം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർ മതം മാറും. കാരണം അതാണ് സേഫ്റ്റി, അതാണ് സുഖം. അവിടെ ജാതി വ്യത്യാസമില്ല, അവിടെ മനുഷ്യനായിട്ടേ പരിഗണിക്കുകയുള്ളൂ. അതാണ് ഈസി. വേണമെന്നുള്ളൊരു മതി, ഒരു നിർബന്ധവും ഇല്ല. അത് മാറേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസവുമായി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലകൊള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം പാകിസ്ഥാനിൽ പോയാണ് തൂക്കിക്കൊല്ലുമെന്നല്ല. അംബേദ്കറിന്റെ ആ ദീർഘവീക്ഷണത്തെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയ ജോഗേന്ദ്രനാഥ മണ്ഡൽ എന്ന ദളിത് നേതാവിന്റെ അവസ്ഥ എന്തായിരുന്നെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും. മുഹമ്മദ് അലി ജിന്നയുടെ കൂടെ വിഭജനത്തിന് മുന്നിൽ നിന്ന ആളാണ് ജോഗേന്ദ്രനാഥ മണ്ഡൽ. അദ്ദേഹം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനം കണ്ട് മടുത്ത് ദുരിതം അനുഭവിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് 2024 പോലും തലയിലേക്ക് മൂത്രം ഏറ്റുവാങ്ങിയ അത്രയും സന്തോഷമുള്ള ഒരു പ്രത്യേകതരം ദളിത് വിഭാഗമായി അദ്ദേഹം ഇവിടെ ജീവിച്ചു. വിശ്വസിച്ചോണേ. ഇനി ഇതൊന്നും പോരാതെ ഒരു കൊച്ചുകുട്ടി സാറിന് വെള്ളം എടുത്തു കൊടുക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് ഇത്തിരിപ്പോഴും വെള്ളം കുടിച്ചതിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാലിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ദളിതനെയും നമ്മൾ കണ്ടു. പബ്ലിക് കിണറുകളിൽ നിന്ന് വെള്ളം കോരിയതിനെ അടിച്ചു കൊല്ലുന്നത് നമ്മൾ കണ്ടു. ദളിതർക്ക് എന്തൊരു അക്സെപ്റ്റൻസ് ഇന്ത്യയിലെന്ന് അറിയാമോ? പ്രത്യേകിച്ച് നോർത്തിൽ. നീ വായിക്കണോടി. സർക്കാർ ഇറക്കിയ 41 സമ്പൂർണ്ണ കൃതികൾ വായിക്കണമടി. അല്ലാണ്ട് സംഖ്യകൾ ഇറക്കിയ കോണാത്തിലെ പുസ്തകമല്ല വായിക്കേണ്ടത്. കേട്ടടി തക്കാളി മോളെ, കേട്ടാ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ബി ആർ അംബേദ്കറുടെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അത് ഈ ജനസംഖ്യ കൈമാറ്റമുള്ളതാണ്, അതിനെ പറ്റിയുള്ളതാണ്. ജനസംഖ്യാ മാറ്റത്തിന്റെയും കൈമാറ്റത്തിന്റെയും ആശയത്തെ ചില പരിഹസിക്കും.
എന്നാൽ ഒരു ന്യൂനപക്ഷ പ്രശ്നം സൃഷ്ടിക്കുന്ന സങ്കീർണതകളെക്കുറിച്ചും അവയെ സംരക്ഷിക്കാൻ നടത്തിയ മിക്കവാറും എല്ലാ ശ്രമങ്ങളിലെയും പരാജയങ്ങളെക്കുറിച്ചും പരിഹസിക്കുന്നവർക്ക് അറിയില്ല. യുദ്ധാനന്തര സംസ്ഥാനങ്ങളുടെയും ന്യൂനപക്ഷ പ്രശ്നമുള്ള യൂറോപ്പ് പൊളിഞ്ഞ് അവൾ വായിക്കുന്നത് എന്താണ് അവൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യും. ഹള്ളി നമ്പർ 1 അത് ആയ ഉടനെ അത് സ്കിപ്പ് ചെയ്ത് അത് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഴയ സംസ്ഥാനങ്ങളുടെയും ഭരണഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സുരക്ഷാ സംവിധാനങ്ങൾ അവരുടെ സംരക്ഷണത്തിന് മതിയാകുമെന്ന അനുമാനത്തിലാണ് മുന്നോട്ട് പോയത്. അതിനാൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളുമുള്ള മിക്ക പുതിയ സംസ്ഥാനങ്ങളുടെയും ഭരണഘടനകളിൽ ഭൂരിപക്ഷം ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മൗലികാവകാശങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും നീണ്ട പട്ടികകൾ പതിച്ചിരുന്നു. എന്തായിരുന്നു അനുഭവം എന്നൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടയാണ് ഉണ്ട. യൂറോപ്പിലെ കാര്യമല്ലേ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. നീ അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന എന്തിനാണ്? പൊടി കള്ളി കള്ളത്തി കള്ളത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളത്തിയാണ് അവള്. പൊടി കള്ളത്തി. അതിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇതിന് ന്യൂനപക്ഷങ്ങളുടെ കൈമാറ്റം മാത്രമാണ് സാമുദായിക സമാധാനത്തിനുള്ള ഏക ശാശ്വത പരിഹാരം എന്നതിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഹിന്ദുക്കളെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം ഇതാണ്: പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നത് ഹിന്ദുസ്ഥാനിൽ നിന്ന് വർഗീയ പ്രശ്നത്തെ എത്രത്തോളം ഇല്ലാതാക്കുന്നു? അത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. അത് പരിഗണിക്കേണ്ടതാണ്. പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ വർഗീയ പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ലെന്ന് സമ്മതിക്കും. ഓടി അലവലാതി. ആ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും ഇവിടുന്ന് പോകാതിരിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് അവർ ഇവിടെ ഉള്ളിടത്തോളം ഇത് ഒരു മതേതര രാജ്യമായിട്ട് തന്നെ നിലകൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് അവരെ പൂർണ്ണമായി ഇവിടുന്ന് പറഞ്ഞു വിടാനൊക്കത്തില്ല. അത് ചെയ്യരുത്. അതായത് അത് വിശകലനങ്ങളാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ പറയാം, 43 കൃതികളുണ്ട്. ഈ 43 കൃതികളിൽ ഒരു കൃതിയിൽ പോലും ഇസ്ലാമിനെ പറയുന്നതിനല്ല, ഹിന്ദുവിനെ ഉടുത്ത് വെച്ചിരിക്കുകയാണ് അയാൾ. അദ്ദേഹം ഉടുത്ത് പറക്കി വെച്ചിരിക്കുകയാണ് ഈ വിഭാഗത്തിന്. ഇത് എന്നെ കൊണ്ട് പറയില്ലെന്നാണ് ഈ തൊലിഞ്ഞ മോളെടുത്ത് ഞാൻ പറഞ്ഞത്. അവളെ ഞാൻ എന്ത് പറയാ? പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ വർഗീയ പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ലെന്ന് സമ്മതിക്കണം. പൊടി ഇതൊക്കെ സൃഷ്ടിക്കുന്നത് തുടരുമെന്നും സമ്മതിക്കണം. ഇതാണ് അംബേദ്കർ ഈ ജനസംഖ്യാ കൈമാറ്റത്തെ പറ്റി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുക്കളെ കാഫിറുകളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത്. അതിപ്പോ ഋഗ്വേദത്തിലുണ്ടല്ലടി. മറ്റേ അന്യമതസ്ഥരെ എല്ലാം തല്ലി കൊല്ലണം. അന്യമതസ്ഥരം എന്ന് പറയുന്നത് അന്ന് പലരും ചോദിച്ചൊരു ചോദ്യമാണ്. അതെങ്ങനെയാണ് ഹിന്ദു മതത്തിനകത്ത് അന്യമതസ്ഥർ വരുന്നത്? അതൊക്കെ അവരൊക്കെ റീസെന്റ് അല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ അന്യമതസ്ഥർ എങ്ങനെ വന്നത്? അന്യമതസ്ഥർ എന്ന് പറയുന്നത് ജാതിയിൽ കുറഞ്ഞവന്മാരെയാണ്. ഈ ജാതി വ്യവസ്ഥയിൽ താഴ്ന്നവരില്ലേ, അവരെയാണ് അവർ അന്യമതസ്ഥർ എന്ന് പറയുന്നത്. അവരാൾക്കാരെ തന്നെയാണ് തല്ലി കൊല്ലുന്നത്. അതാണ് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഈ അസുരഗണമെന്നും ദേവഗണമെന്നും ഒക്കെ ഉണ്ട്. അസുരഗണങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുന്നവരൊക്കെ തല്ലി കൊല്ലലാണ് അവരുടെ പരിപാടി. അവരുടെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ തല്ലി കൊല്ലലല്ല വേറെ എന്ത് വല്ലതും ഉള്ളതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിക്കുക എന്നും അത് പിന്നീട് എപ്പോഴും ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതെപ്പോഴും വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് ഖിലാഫത്തിനെ പറ്റിയിട്ട്, ഖിലാഫത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൂരതയെ പറ്റി ആനി ബസന്റും അംബേദ്കറും ഒക്കെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1921 ഡിസംബറിൽ അഹമ്മദാബാദിൽ JACC യോഗം ചേർന്നപ്പോൾ അതിൽ ആനി ബസന്റ് 20,000-ലധികം ഹിന്ദുക്കളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതമാക്കിയതായി പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് 3 പേരെ മതമാക്കിയതായി മാത്രമേ ഞങ്ങൾ മതം മാറ്റിയാൽ എന്താ കുഴപ്പം? മതം മാറുന്നതിനിപ്പോൾ എന്താ കുഴപ്പം? നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? പുരുഷ സൂക്തം തൊട്ട് ഇങ്ങേറ്റം വേദം സർവ്വ ഉപനിഷത്തുകളും പുരാണങ്ങളും കൃതികളിലും ഒക്കെ തന്നെ ഉള്ളത് ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥയെ ജീവിക്കാൻ താല്പര്യമില്ലാത്തൊരു മതം മാറുന്നതിൽ എന്താടി കുഴപ്പം? മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത നീയൊക്കെയല്ലേ സനാതന ധർമ്മം, സനാതനം, ഒരിക്കലും തിരുത്താൻ പാടില്ലാത്തത്. അതെങ്ങനെയാടി ഒരു ജാതി വ്യവസ്ഥയെ തിരുത്തുന്നത്? നിങ്ങൾ സനാതനികളല്ലേ? സനാതനികൾ എന്താ തിരുത്തുന്നത്? കൃതികൾ തിരുത്താൻ പറ്റുമോ? സ്മൃതികൾ തിരുത്താൻ പറ്റുമോ? വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്തെങ്കിലും തിരുത്താൻ പറ്റുമോ? ഒന്നും തിരുത്താൻ പറ്റാതെ അഖണ്ഡമായി നിൽക്കേണ്ടത് സനാതനം, തിരുത്തപ്പെടാൻ പാടില്ലാത്തൊരു സനാതനം. ആ സനാതനമല്ലേ ഈ പറയുന്ന രീതിയിൽ മര്യാദ പുരുഷോത്തമൻ രാമൻ ആണോ? അംബേദ്കർ പറഞ്ഞ എന്താണെന്നറിയോ? സീതയ്ക്ക് പോലും വേണ്ടാത്തൊരു ചപ്പു ചവറാണ് അയാൾ എന്ന് അംബേദ്കറാ പറഞ്ഞു. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായ ഒരാൾ രാമൻ എന്നാ പറഞ്ഞത്. അതിനേക്കാൾ ഉപരി ഒരു വൃത്തികെട്ട ദൈവമുണ്ട്, അതാണ് കൃഷ്ണൻ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയണല്ലേ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിക്കുന്നതല്ലേ? ഭാര്യയെ കൊണ്ടുപോയി കളയുന്നു, എത്രയോ 12 വർഷത്തോളം കാട്ടിൽ കളയുന്നു. എന്തിനാ കളയുന്നേ? ഭാര്യയെ കൊല്ലാനാ കൊടുത്തുവിടുന്ന അനിയച്ചാര കയ്യിൽ. മര്യാദാ പുരുഷോത്തമൻ സ്വന്തം ഭാര്യയെ ഗർഭിണിയായപ്പോൾ അതെന്റെ ഗർഭമാണോ എന്ന സംശയം തോന്നി അനിയച്ചാരുടെ കയ്യിൽ കൊല്ലാൻ കൊടുത്തു വിടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് മിണ്ടാതിരുന്നേ. നീ അല്ലേ ഓരോന്ന് പറയിപ്പിക്കുന്നേ? അംബേദ്കർ പറഞ്ഞാണ് 43 കൃതിയിലൂടെ നിങ്ങൾ ഹിന്ദുവിനെ ഉടുത്ത് പറക്കി വെച്ചിട്ടുണ്ട്. സ്മൃതികളെ പറ്റിയും ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ കൃഷ്ണൻ പറഞ്ഞതിനകത്ത് സഹോദരങ്ങളെ തല്ലി കൊല്ലാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൃഷ്ണൻ. കിച്ചൂട്ടൻ ആളും എടുക്കനാ. എന്തുവാ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ തവണ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി സ്മൃതികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പറയുന്ന സർക്കാർ തലങ്ങളിൽ നിന്ന് തന്നെ ഇതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് കേട്ടോ അതിൻ്റെ പുസ്തകങ്ങൾ. നിങ്ങൾ പോയാൽ വായിക്കാൻ പറ്റും. ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം, തിരുവനന്തപുരം ഈ വായനകൾക്ക് ഏറ്റവും ഇതുള്ള സ്ഥലങ്ങളായിരുന്നു. ഒരുപാട് പബ്ലിക് ലൈബ്രറിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഐ വിൽ ഗോ ബാക്ക് ദെയർ, ദെൻ ഐ വിൽ പെർഫോം ആസ് ഇറ്റ് ഈസ്. ഇവിടെ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അത് പരിഹരിക്കപ്പെടുന്ന സമയത്ത് ഞാൻ കൂടുതൽ പറയാം. കൂടുതൽ ഏത് വാള്യം ഏത് പുസ്തകം എത്രാമത്തെയാണെന്ന് ഞാൻ പറയും. ഇവിടെ എന്നെ കൊണ്ട് പറയിച്ചേ അടങ്ങുള്ളൂ. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കാനാണ് നിങ്ങളുടെ താല്പര്യമില്ലായ്മയെങ്കിൽ ഒരു കുഴപ്പമില്ല. ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്.
ഞാനാണ് പറയണതെന്ന് പറഞ്ഞാൽ എൻ്റെ തലേ കയറരുത്. ഇത് അംബേദ്കർ പറഞ്ഞ കാര്യമാണ്. നിയമ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. 8000-ഓളം ചോദ്യങ്ങളാണ് ഈ നിയമത്തിനെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിച്ചത്. ഒറ്റ ആൾ നിന്നുകൊണ്ട് ഉത്തരം പറഞ്ഞ അംബേദ്കർ കർശനമായിട്ട് ഇടപെട്ടിട്ട് പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും പിന്നെ ദളിതർക്കും വേണ്ടിയിട്ട് ഒരുപാട് നിയമവശങ്ങൾ അതിനകത്ത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യം മുഴുക്ക കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു ഭരണഘടനയുടെ അവകാശികളാണ് നമ്മൾ. അത് മനസ്സിലാക്കാതെ ഇപ്പോഴും അതിനകത്ത് കുത്തിത്തിരിപ്പും കൊണ്ട് നിങ്ങളുടെ സമൂഹത്തിലേക്ക് ആളെ തിരിച്ചു കയറ്റാൻ ഗർഭാപ്പസയും കൊണ്ട് വന്ന് നിൽക്കുന്ന നിങ്ങളോടൊരു ചോദ്യം, എന്തിലേക്കാണ് അവർ ഗർഭാപ്പസ് ചെയ്യേണ്ടത്? ഏത് മതബോധത്തിലേക്കാണ് അവർ വാപ്പസ് ചെയ്യേണ്ടത്? ബ്രാഹ്മണനായിട്ടാണോ പുലയനായിട്ടാണോ? പുലയനായിട്ട് വന്നാൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന അക്സെപ്റ്റൻസ് പറയാമോ? നീ ഏതാണ് ജാതി? അതും കൂടെ പറയാമോ? അത് ചോദിച്ചൂടാ, എന്നാലും പറയുന്നത്. ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വം എന്തായിരുന്നു, കോൺഗ്രസ് അന്ന് മുതലേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഗാന്ധിയുടെ ബാക്ക്ഗ്രൗണ്ട്, നെഹ്റുവിന്റെ ബാക്ക്ഗ്രൗണ്ട്, ജിന്നയെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ആ 1921 ഖിലാഫത്തിനെ പറ്റിയിട്ട് അംബേദ്കർ പറഞ്ഞത് രക്തം അഴിവിക്കുന്നതും വർണ്ണനാതീതവുമായ എന്നാണ് അതിനെ അവതരിപ്പിച്ചത്. പിന്നീട് ഇന്ത്യയിലെ തന്നെ ഈ പട്ടികവർഗ്ഗക്കാരുള്ള നെഹ്റുവിന്റെ കോൺഗ്രസിന്റെ അവഗണന മൂലമാണ് ഈ അംബേദ്കറിനെ ചവിട്ടി താഴ്ത്താൻ എതിരാളിയായി നിന്നുകൊണ്ടാണ് നെഹ്റു പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാർലമെന്റിൽ നിന്ന് രാജിവെച്ചു. നെഹ്റു ഒരു ബ്രാഹ്മണനാണ്, ഈ പട്ടേലല്ലേ? അയാളൊരു ബ്രാഹ്മണനാണ്. തീർച്ചയായിട്ടും അംബേദ്കറോട് അയാൾക്ക് ഒരു താതാപോ ഒരു അനുകൂലനവും ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിയും സെയിം തിങ്കിങ് ഉള്ള ആൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജ്യം മുഴുക്ക, ലോകരാജ്യം മുഴുക്ക അന്വേഷിക്കേണ്ട ഒരു നിയമമന്ത്രിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നല്ല പഠിച്ച വിദ്യാഭ്യാസമുള്ള ഒരുത്തനുണ്ട്, പക്ഷെ പുലയ സമുദായമല്ലേ, ദളിതനല്ലേ, അതുകൊണ്ട് പറ്റത്തില്ല. അവസാന നിവൃത്തിയേട് കൊണ്ട് അവർക്ക് സ്വീകരിക്കേണ്ടി വന്ന കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആ ഒരു ദേഷ്യം അദ്ദേഹത്തിനുണ്ടാവും, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്നിട്ടുണ്ടാവും. അത് നെഹ്റു അദ്ദേഹം തമ്മിലുള്ളല്ലേ. നെഹ്റു ഒരു സവർണ പിന്നെ ഹിന്ദു അല്ലേ, അവർണനല്ലേ, അദ്ദേഹം അവർണനല്ലേ. ആ വ്യത്യാസം അദ്ദേഹത്തിനുണ്ടാവും. പിന്നെ മുസ്ലിംസിനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ സഹോദരർക്ക് വേണ്ടിയിട്ട് മരിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വിശ്വാസമല്ല. അവർക്ക് അത് താല്പര്യവുമില്ല, താല്പര്യപ്പെടേണ്ട കാര്യവുമില്ല. എന്തിന്? സഹോദരങ്ങൾക്ക് വേണ്ടി നിന്നാൽ മതി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിന്നാൽ മതി. എന്തിനാ ബാക്കിയുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിൽ? ഈ നമ്പൂരീശാമാര് അവിടെ കടന്ന് കാണിച്ച പേക്കൂത്തിന് കുമാരനാശാൻ പോലും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതി വെച്ചത് ഞാൻ ഒന്നും കൂടെ വായിച്ചു തരാം. അദ്ദേഹം എഴുതി വെച്ചതാണ്: മുൻപോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി നമ്പൂരാർ വാണരുളും. അപ്പൊ ആ ഒരു സംഗതിയിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. സ്മൃതികളാൽ കോട്ട കെട്ടി വെച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട സമുദായത്തിലെ ആ നമ്പൂരാർമാരുടെ അടിമകളായി ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാണ് നല്ലത്. അങ്ങനെ അവർക്ക് പോലും, കുമാരനാശാൻ മാത്രമല്ല കേട്ടോ, ഈ സ്മൃതികൾക്കെതിരെ നമ്മുടെ നാരായണഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ നവോത്ഥാന നായകന്മാരെല്ലാവരും തന്നെ സംസാരിച്ചിട്ടുണ്ട്. നാരായണഗുരു പറഞ്ഞിട്ടുണ്ട്, ഈ പുണർന്ന് പറക്കുന്നതാണ് മനുഷ്യന്, അല്ലാതെ പിന്നെ ബ്രഹ്മാവിന്റെ തലയിന്നും മുലയിന്നും കുണ്ടിന്നും ഒക്കെ വരുന്നതല്ല ആ മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഇവരുടെ വേദോപനിഷത്തുക്കളൊക്കെ എടുത്ത് വെച്ച് തന്നെ ഇതിലെ തെറ്റുകൾ കൃത്യമായി നവോത്ഥാന നായകന്മാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യരും പറഞ്ഞിട്ട് അതിനൊക്കെ എതിരെ ശക്തമായി നിലകൊണ്ട മനുഷ്യരാണ് ഇവിടെയുള്ള നവോത്ഥാന നായകന്മാരെല്ലാം. നിന്നത് അവരൊക്കെ വിവരക്കെട്ടവരായിരുന്നെന്നാ. എന്താ അവരെയൊന്നും നിനക്ക് ജാതി ചേർക്കണ്ടേടി? സംഗിണി വാണ കുറ്റി നാറി. നെഹ്റു മുസ്ലിം പ്രീണിപ്പിച്ചെങ്കിൽ കണക്കായി പോയി. മുസ്ലിങ്ങളുടെ സപ്പോർട്ടില്ല, നിങ്ങൾ എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി? അവരുടെ സഹോദര സ്നേഹം കൊണ്ട് തന്നെയാണ് അവർ യുണൈറ്റഡ് ആയത്. അല്ലെങ്കിൽ അവർക്ക് എന്ത് പ്രശ്നം? നീയൊക്കെ എങ്ങനെ പോകും? ഞങ്ങൾക്ക് നിൽക്കറിയാം, ഞങ്ങൾ യുണൈറ്റഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് അവരെ അങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് അംബേദ്കർക്ക് ഗാന്ധിജിക്കും വരെ തോന്നി? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. ഈ ഗാന്ധിജി നാരായണ ഗുരുവിനെ കാണാൻ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഈ മീറ്റിംഗ്, കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഭോജനശാല രണ്ടായിരുന്നു. ഗാന്ധിജിക്ക് ഒരു ഭോജനശാല, നെഹ്റുവിന് ഒരു ഭോജനശാല. സവർണൻ അവർണൻ അവിടെ ഉണ്ടായിരുന്നു. ബോധം വന്ന നാരായണ ഗുരു പറഞ്ഞപ്പോഴാണ്. അത്ര പോലും ബോധമില്ലാത്ത ടീമുകളെ ഐക്യപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവന്ന നാരായണ ഗുരു. നാരായണ ഗുരുവിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ മുസ്ലിംസ് ആടി. ആ ബോധ നിലവാരം അദ്ദേഹത്തിനുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യമൊന്നല്ലേ. കൂടേണ്ടവർ കൂടിയപ്പോൾ അങ്ങനെയുണ്ട്. അവരാരും മതം വിട്ടിട്ടല്ല നാരായണ ഗുരുവിൻ്റെ കൂടെ നിന്നത്. ശക്തമായി മതബോധത്തോടു കൂടി നിന്നവരാണ് അവരൊക്കെ, അല്ലേ? നാരായണ ഗുരുവിന്റെ കൂടെ നിന്ന മുസ്ലിങ്ങളൊക്കെ തന്നെ മതവാദികളല്ലേ? ആരെങ്കിലും നാസ്തികരെ നീ കണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? അവര് മതത്തിൽ നിന്നാലും നാസ്തികരെ പോലെ തന്നെയാണ്. എല്ലാവരെയും കൃത്യമായി മനസ്സിലാക്കാൻ, മനുഷ്യനായി മനസ്സിലാക്കാൻ കഴിവുള്ള മതം ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിൽ നിൽക്കുന്നവർക്ക് നാസ്തികതയൊന്നും പറയണ്ട, നാട് നന്നാക്കാനും നാട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങാനും ഒക്കെ. പക്ഷെ നിങ്ങൾക്കിടയിൽ നിൽക്കണമെങ്കിൽ മതം ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, ചില മതവാദമുള്ള നിങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം നിങ്ങളുടെ മതം പറയുന്നത് മനുഷ്യൻ അധകൃതനെന്നും അധമനെന്നുമാണ്. അവിടെ തുല്യത പരിഗണനയില്ല. ഇസ്ലാമിൽ തുല്യരാണ്, മനുഷ്യരാണ്, ആണും പെണ്ണും ഒക്കെ തുല്യരാണ്. അവിടെ ഒരു വ്യത്യാസങ്ങളും ഇല്ല. എങ്ങനെയുണ്ട്? അപ്പം നിനക്ക് മനസ്സിലായില്ലേ? എടി എന്നെ കൊണ്ട് പറയുകയില്ല, സത്യമായിട്ട് കരയുവേ നീ കരയിക്കുവേ. ഞാൻ ഒത്തിരി പറഞ്ഞു കളയും. എന്നെ കൊണ്ട് പറയിക്കരുത്. എനിക്ക് ഒരുപാട് സബ്ജക്റ്റ് വേറെ ഉള്ളൂ, എനിക്ക് അതൊക്കെ എടുക്കണം. എന്നെ കൊണ്ട് ഇതൊന്നും പറയിക്കരുത്. നീ അംബേദ്കർ എടുത്തു കഴിഞ്ഞാൽ അംബേദ്കർ കൃതികൾ എടുത്ത് വെച്ച് ഓരോന്നും ഞാൻ പറയും. ഞാൻ രാമൻ്റെ കാര്യമല്ല, മര്യാദ പുരുഷോത്തമ ബാക്കിയും കൂടെ പറയണോ നിനക്ക്?
ബാക്കിയും കൂടെ കേൾക്കണോ നിനക്ക്? ശ്രീലങ്കയിൽ പോയി ശത്രുവിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യേണ്ട കാര്യം എന്തുവാടി? അതെന്തിനാണ്? അത്ര കാര്യമായിട്ട് വിശദമായിട്ട് അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്. അത്രത്തോളം മോശപ്പെട്ട ഒരു ചരിത്രം ജയ് ശ്രീറാമിനുണ്ട്, അത് മറന്നുപോകണ്ട. അതൊക്കെ ഇപ്പോൾ ഒരു ഇസ്ലാം പെൺകുട്ടി ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് ജയ് ശ്രീറാം പറയുമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ട ഗതികളിലാണ് നീയൊക്കെ ഉള്ളത്. അത്രേ ഉള്ളൂ. അതാണ് നിന്റെയൊക്കെ ബോധം. നീ കൃതിയും ഒന്നും എടുക്കുന്നില്ലെങ്കിലും നിന്റെയൊക്കെ ഉള്ളിലുള്ളത് ഇതുപോലെ വൃത്തികേടാണ്. നിങ്ങൾ ഇസ്ലാമിനെ പകയ്ക്കേണ്ട, ക്രൈസ്തവരെ പകയ്ക്കേണ്ട, വേറെ ആരുമല്ല നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ. ആദ്യം ഈ വർഗീയത ഇല്ലാതാക്കൂ, ജാതിബോധങ്ങൾ ഇല്ലാതാക്കൂ. ഒരു പ്രശ്നമില്ല, നിങ്ങളാക്കിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളുള്ളത്. അത് നിങ്ങൾക്ക് മാറ്റാനാവില്ല. സനാതനം മാറ്റപ്പെടാൻ പറ്റാത്ത സാധനം. അതാണ് നിങ്ങളുടെ കൃതികൾ, അതാണ് നിങ്ങളുടെ വേദങ്ങൾ, അതാണ് നിങ്ങളുടെ ഉപനിഷത്തുക്കൾ. അതിൽ 4 ജാതിയേ ഉള്ളൂ, 4 വരെ ഉള്ളൂ. വൈശ്യൻ, ചൂത്രൻ, വേച്ചൻ, ചൂശൻ, വേറെ ആരും ഇല്ലടി. ആദ്യം അവരെയൊക്കെ മനുഷ്യരായി പരിഗണിക്കുക. അവരെയൊക്കെ ഹിന്ദുവായി നീ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നീ കൊണ്ടുവാ. കേൾക്കാം, മനസ്സിലായോ? സംവരണം ഏർപ്പെടുത്തിയത് ഹിന്ദു മതവിശ്വാസത്തിലുള്ള OBC കാറ്റഗറിയായ ഈഴവ കമ്മ്യൂണിറ്റിയോട് താഴോട്ടുള്ളവർക്കും കൂടിയാണെന്നുള്ളത് ഓർത്തുകൊള്ളുക. പിന്നെ ഇവിടെ നിലനിൽപ്പില്ല എന്ന് ലാസ്റ്റ് ഒരു പോഷൻ പറയുന്നത്, അത് കേൾക്കാം. അതിപ്പം എന്റെ അണ്ണാക്കി കിട്ടുമെന്ന് നീ വിചാരിച്ചോണ്ടിരുന്നു. ഞങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ സ്വത്ത് കണ്ട് നീയൊക്കെ മഞ്ഞളിക്കുകയും കുന്തളിക്കുകയും വേണം. അധ്വാനിച്ച് ഉണ്ടാക്കണം. കണ്ടവന്റെ സ്വത്ത് കണ്ട് വെള്ളമറക്കുന്ന പരിപാടി നിനക്കൊക്കെ പണ്ടേ ഉണ്ടും തന്നെയാണ്. പിന്നീട് വരുന്നുണ്ട് വഖഫിന്റെ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ. അന്ന് നെഹ്റുവിനെ പറ്റി അന്ന് രാജിവെക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. 1951 ഒക്ടോബറിൽ ജനത്തിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ ഹൃദയത്തിൽ പട്ടികജാതിക്കാർക്ക് സ്ഥാനമില്ല. നെഹ്റുവിനെ മുസ്ലിം മാനിയ ബാധിച്ചിരിക്കുന്നു. ആ മുസ്ലിം മാനിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഈ ഗതി ഉണ്ടാക്കി വെച്ചത്. അതേപോലെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളിൽ എന്തൊക്കെ ഫാക്ട് ഉണ്ടാക്കി വെച്ചു. നീ പാകിസ്ഥാന്റെ ബംഗ്ലാദേശിലെയും കാര്യം പറയാതെ മുസ്ലിം കൺട്രി അല്ലേ, അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. നീ അങ്ങോട്ട് തള്ളിക്കാരണം. നീ ഇവിടുത്തെ കാര്യം അങ്ങോട്ട് അന്വേഷിച്ചാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചാലും കാര്യമില്ല. ആ രാജ്യത്തെ ഭൂരിപക്ഷ ജനത വിചാരിക്കണം അവിടുത്തെ ന്യൂനപക്ഷം സുഖകരമായിട്ട് ജീവിക്കണം. എന്നിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ ഭൂരിപക്ഷം ഇല്ലായിരുന്നോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഭൂരിപക്ഷം ഇല്ലായിരുന്നോ? 100 വർഷം നിന്നെയൊക്കെ ആട്ടിപ്പരിച്ചത് ബ്രിട്ടീഷുകാരല്ലേ? എന്തുകൊണ്ട്? അതിനേക്കാൾ മുൻപ് മുഗളന്മാർ വന്നപ്പോൾ പോലും ഇല്ലാത്ത നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരെ കൊണ്ടുണ്ടായത് നിങ്ങൾ ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ ജയിച്ചത്. ഭരണഘടന കൃത്യമായി വിലയിരുത്തുകയും ഇവിടുത്തെ യൂണിറ്റിയും നിയമവ്യവസ്ഥയും ഈ സർക്കാരും കോൺഗ്രസും കൂടെ ചേർന്നാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. മറന്നു പോകേണ്ടത് ഈ ഒറ്റക്കാരെ. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെയൊന്നും പറയാനും ഞാൻ തയ്യാറുമല്ല. എനിക്ക് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൗരാവകാശങ്ങളും ഭരണഘടനയും കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അല്ലാതെ ഭൂരിപക്ഷമല്ല തീരുമാനിക്കുക. ഭൂരിപക്ഷം തീരുമാനിക്കാൻ ഭൂരിപക്ഷം ആദ്യം ഭൂരിപക്ഷമായി നിൽക്ക്. നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ അടിക്കുന്ന നിങ്ങളുടെ മതവിഭാഗത്തിലുള്ള മനുഷ്യരെയാണ്. അവരുടെ ജാതീയ അടിസ്ഥാനത്തിലാണ്. പൈസയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ TK മാധവനിക്ക് വഴി നടക്കാൻ വേണ്ടി കേസിന് പോകേണ്ടി വരത്തില്ലായിരുന്നല്ലോ. മാധവന്റെ TK മാധവന്റെ അച്ഛനെ പണമുണ്ടായിട്ടും അഭിമാനമുണ്ടായിട്ടും അദ്ദേഹത്തിനെ അവഗണിച്ചതും ഇൻസൾട്ട് ചെയ്തതും അദ്ദേഹത്തിന്റെ ഡ്രൈവറായ നായർക്ക് കൊടുത്ത പ്രിവിലേജ് പോലും അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ടാണല്ലോ ദളവാക്കുളം നിറഞ്ഞത്. മനുഷ്യർ തലവെട്ടി നിറയ്ക്കേണ്ടി വന്നത്. അപ്പോൾ കൊലയും ക്രൂരതയും മുഹമ്മദിയർക്കല്ല, നിങ്ങൾക്കാണ് കൂടുതൽ. ചരിത്രത്തിൽ അത് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. 1, 2, 7 എടുത്തുകൊണ്ട് വന്ന് മുസ്ലിങ്ങളെ അടിക്കുന്ന നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുകയാണ് വേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ ചരിത്രബോധമില്ലാത്ത ഒരു ജനത നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത്. നിനക്ക് തുണി പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നീ സൗകര്യപൂർവ്വം സംഗിണിയായി അഭിനയിക്കുകയും ആ തുണി പൊക്കൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വൃത്തികെട്ടവന്മാർ നിന്റെ ഒപ്പം വന്ന് വായും കീറി നോക്കിയിരിക്കുകയും ചെയ്യുന്ന സോഡാക്കുപ്പി തള്ളേ, നീ പറയുന്നത് ചരിത്രമല്ല, നീ വളച്ചൊടിക്കുന്ന വക്രീകരിച്ച പുസ്തകങ്ങളാണ്. അംബേദ്കറുടെ പുസ്തകങ്ങൾ വായിച്ച ഒരു വ്യക്തിക്കും ഇതുപോലെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എഴുതിയത് കൃത്യമായിരുന്നു. അദ്ദേഹത്തിന്റെ അനലൈസേഷൻ ഓരോന്നും ശരിയായിരുന്നു. ഇസ്ലാമിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ ആപ്റ്റായ കൃത്യമായ ഒരു കാര്യമാണ്. ഇസ്ലാമിയർ തമ്മിൽ തല്ലില്ല, അവർ യൂണിറ്റിയാണ്. അവർക്ക് വേണ്ടി പൊരുതുകയുള്ളൂ. അവരെ ചേർത്ത് പിടിച്ചാൽ ഉപകാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഞാനും അതേ എന്ന് പറയുന്നു. അവരെ ചേർത്ത് പിടിച്ചാൽ നല്ലത്, നീക്കി നിർത്തിയാൽ അവർ ശത്രുക്കൾ തന്നെയാകും. അല്ലാതെ അടിമ വ്യവസ്ഥ നിന്നെ പോലെ സഹിക്കില്ല. നിന്നെയൊക്കെ പോലെ അടിമ ഉടമ വ്യവസ്ഥയെ അവർ അംഗീകരിക്കുക പോലുമില്ല. അപ്പൊ അത് തന്നെയാണ് എന്റെ പോയിന്റ്. പിന്നെ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ കക്കൂസ് പൊളിക്കാൻ എനിക്കല്ല സൗകര്യമില്ലടി. പിന്നെ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ കമന്റിലുടനീളം പറയുന്നത്, ഞാൻ ജനിച്ചത് ഈ മണ്ണിലാണെങ്കിൽ, എന്റെ മതം ഇസ്ലാം ആണെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറയുന്ന നാറികളോടാണ്. ചങ്കൂറ്റമുള്ളവൻ മുന്നോട്ട് വരിക. കൊല്ലാൻ വരുന്നവൻ സൂക്ഷിച്ചോ. 10 പേര് വന്നാൽ 8 ഞാൻ തട്ടും. 2 എന്നെ കൊല്ലുമായിരിക്കും. പക്ഷെ 8 ജീവൻ ഭീഷണിയിലാണ്. അത് ഓർത്തുകൊള്ളുക. കൊല്ലാൻ വരുന്നവന്മാരുടെ അടുത്താണ്. പിന്നെ എന്നെ പുളുന്താസ് ലാൽ സലാം.